ഉണക്ക മാന്തൾ കൊണ്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവേ. ഇതാണ് ഉണക്ക മാന്തൾ. ഇതൊരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നമുക്ക് ഈ മീൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കുതിർന്ന് വരാനായിട്ട് ഒരു മണിക്കൂറോളം എടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് വൃത്തിയാക്കി 2 സൈഡിലെ തോല് നമുക്കിങ്ങ് പൊളിച്ചെടുക്കാം. പൊളിച്ചെടുത്ത് ആ തലഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കത് വൃത്തിയാക്കിയെടുക്കാം. ഉണക്കമീൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഉണക്കമീൻ നല്ല രുചി ഉണ്ടാവുക. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അത് ഉപ്പൊന്നും ചേർക്കണ്ട, അത് നല്ലതുപോലെ വറുത്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഒന്ന് ഒടിയുന്ന പരുവത്തിൽ അത് വറുത്തെടുക്കാം. മീൻ വറുക്കുമ്പോഴുണ്ടല്ലോ, ഒരു സൈഡ് നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ തിരിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് അത് മറിച്ചിടാൻ പറ്റും. കണ്ട് ഈ ഒരു രീതിയിൽ ഒട്ടും കരിഞ്ഞു പോകാതെ ഒന്ന് ഒടിയുന്ന പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ചുവന്നുള്ളി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയൊക്കെ ഒന്ന് പകുതി വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് തേങ്ങയുടെ വെള്ളമയമൊക്കെ മാറുന്ന വരെ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ട പാകത്തിന് ഈ ഒരു പരുവത്തിന് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച മീൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങായും ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന അതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്നൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അതിന് ശേഷം ഈ
പൊരിച്ച് വെച്ചിരിക്കുന്ന മീനകത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.